രാവിലെ ഒരു വർക്കിന് പോവാണ്. തൊടുപുഴയാണ് വർക്ക്. ഇന്നൊരു റോഡ് വർക്കാണ്. അന്നേരം ഇത് നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം സമയം 7 മണി ആയതേ ഉള്ളൂ. എന്തായാലും കുറച്ച് ഡീസൽ അടിക്കണം. ഡീസൽ അടിച്ചിട്ട് പോവാം. ഡീസൽ തീരെ കുറവാണ്. ഡീസൽ അടിച്ചിട്ട് നേരെ സൈറ്റിലേക്ക് പോവാം. ഡീസലൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ സൈറ്റിലോട്ട് പോവാം. 7 ആയി സമയം. 8 മണിയാകുമ്പോൾ എല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ സൈറ്റിൽ ചെയ്തിട്ട് വേണം. ഞാൻ ഈ പള്ളിയുടെ മുന്നിൽ വന്ന് കിടക്കും കേട്ടോ. ആളിതുവരെ വന്നില്ല. വരുമായിരിക്കും. ഇവിടെ കണ്ടാക്കാനാ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതിഞ്ഞ് വന്നില്ലേ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം. അല്ല വേറെ നിർവാഹമില്ലല്ലോ. ഓക്കെ, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ പള്ളിയുടെ കുറച്ച് വിഷ്വലൊക്കെ എടുക്കാതെ. അതിന് ആൾ വരുന്നുണ്ട് തോന്നുന്നു. ഏകാലം അങ്ങോട്ട് പോകാം. അവിടെ ചെന്നിട്ട് ഇനി ബക്കറ്റ് മാറണം. ചെറിയ ബക്കറ്റിനാണ് ആദ്യത്തെ പണി. അത് കഴിഞ്ഞിട്ട് വേണം. ബക്കറ്റ് മാറിയാലേ ഇനി രാവിലെ പണി നടക്കത്തുള്ളൂ. കോൺട്രാക്ടർ വന്നപ്പോഴാണ് ബക്കറ്റ് മാറാൻ പറഞ്ഞത്. എന്തായാലും ഒറ്റയ്ക്ക് ബക്കറ്റ് മാറാൻ പറ്റത്തുമില്ല കേട്ടോ. ഇത് പിന്നെ അടിച്ച് കയറ്റാൻ ഇച്ചിരി പാടാം. ചെറിയ ബക്കറ്റ് ആയതുകൊണ്ട് നിൽക്കത്തില്ലല്ലോ. ഇവിടെ ബക്കറ്റ് മാറിയേ ഇനി പണി തുടങ്ങുക. ഇനി ചെറിയ ബക്കറ്റിലുള്ള പണിയാണ്. ഇവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ പണിയുള്ളത് ചെറിയ ബക്കറ്റ്. അത് കഴിഞ്ഞ് ബക്കറ്റ് വലിയ ബക്കറ്റ് മാറണമായിരിക്കും. എന്തായാലും കുറേ ചെറു റോഡ് സൈഡിലേക്ക് ആക്കണം. വീതി ഉള്ളിടത്ത് പോയി നാക്കണം. സൈഡ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അത് കറക്റ്റ് വീതി ഉള്ളത്. ഇനി ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ വന്നിട്ടിരിക്കും. അതാണ് വീഡിയോ എടുക്കാറ്. കറക്റ്റ് ചെറിയ ബക്കറ്റിന് 1 ബക്കറ്റ് വീതി 2 ബക്കറ്റ് വീതി ആ കണക്കിനാണ് കേട്ടോ സൈഡ് എടുത്ത് പോകുന്നത്. സൈഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ. ഞാൻ നോക്കാം. ഇപ്പോൾ ഈ അടുത്ത സൈഡാണ് ഇപ്പോൾ എടുത്തു പോന്നേക്കുന്നത്. ഇനി ഈ വലത്തെ സൈഡിലെ മണ്ണ് ഒന്ന് തള്ളി എടുക്കണം. എന്നിട്ട് വേണം ബാക്കി പണി ചെയ്യാൻ. ഇവിടുന്ന് ഇപ്പം ചെറിയ ബക്കറ്റ് മാറിയിട്ട് വലിയ ബക്കറ്റ് കയറ്റാൻ വേണ്ടിയാണ്. 2.5 അടിയുടെ ചെറിയ ബക്കറ്റിൻ്റെ പണി കഴിഞ്ഞു. ആദ്യത്തെ പണി കംപ്ലീറ്റ് കഴിഞ്ഞേ. ഇനി വേറൊരു സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. 11 മണിയായി. ഇനി ഈ ബക്കറ്റ് ചെറിയ ബക്കറ്റ് മാറിയിട്ട് വലിയ ബക്കറ്റ് കയറ്റണം. അത് കഴിഞ്ഞ് വേറെ സൈറ്റിലേക്ക് പോകാനുള്ള. ഇവിടെ ഒരു ഗിറ്റാജി ബ്രേക്കർ കടന്ന് പണിയുന്നുണ്ടായിരുന്നു. ഒരു കെട്ടിടം പണിക്കുന്നു. പിന്നെ എൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി അവിടെ ഒതുക്കിയിട്ടേക്ക് വന്നു. ഇനി നമ്മുടെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഇനി അടുത്ത സൈറ്റിലേക്ക് പോകണം. ഒന്ന് മാറ്റം വിട്ടക്കത്തെ വെയിലുവാ. ഇവിടുന്ന് ബക്കറ്റൊക്കെ മാറി ഇത് അടുത്ത സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് മുകളിലോട്ടാന്ന് എനിക്ക് തോന്നുന്നു. തുഷാരം വണ്ടി കിടപ്പുണ്ട്. ഇതിൻ്റെ മുകളിലേക്കുള്ള വഴിക്കാണ് പണി. ഇവിടെ ഒരു 10-15 മിനിറ്റ് പണിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത സൈറ്റിൽ പോകണം. ഇന്ന് ഓട്ടം തന്നെയാന്ന് തോന്നുന്നു. അവിടെ ഒരു ചെറിയ മാന്തരം ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പോവാത്തെ. ഇന്ന് മൊത്തം പറയണപ്പോ കേട്ടോ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് എടുത്തോണ്ടുള്ള വഴിക്ക് വീണ്ടും പോകണം. അവിടെയാണ് ഇനി അടുത്ത പണി. എല്ലാം ചെറിയ ചെറിയ വർക്ക് തീരാനുള്ള എല്ലാം തീർത്തോണ്ടിരിക്കുക. നമ്മൾ ഓടുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. ഏതായാലും പോയി നോക്കാം. അവിടെ കുറച്ച് വലിയ പണി. അതിന്ന് തീരുവല്ലായിരിക്കണം. അറിയത്തില്ല, ഒന്നും പറഞ്ഞില്ല. പോയി നോക്കട്ടെ. സൈറ്റിൽ ചെന്ന് കാണിക്കാം. എല്ലാം കാണിക്കാറുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് വേണ്ടത് ഇവിടെ ആയിരുന്നു. അവിടെ ഒരു മഞ്ഞ വണ്ടി കിടക്കുന്നുണ്ടോ? ആ വണ്ടിയുടെ അവിടെ ആ റൂട്ടായിരുന്നു. അതൊരു 50-100 മീറ്റർ താഴെ ഉള്ളൂ. ആ ഫ്രണ്ടിൽ പോകുന്ന പിക്കപ്പിന്റെ പുറകെ വിട്ടോണ്ടിരിക്കുക കേട്ടോ. അവിടെ നമ്മുടെ ചെറിയ ബക്കറ്റ് ആ വണ്ടിയല്ല. ഇനി അവിടെ എവിടെയാണ് പണി. നല്ല വെയില. ഇന്നും മഴയ്ക്ക് ചാൻസ് ഉണ്ട്.
അത് എങ്ങോട്ടാ പോകുന്നത് നോക്കി ഇതിനെ കാണത്തില്ല, വിട്ടടിച്ചു പോകും. അതേ നേരെ പോവാം. എന്തായാലും ചെല്ലട്ടെ, സൈറ്റിൽ ചെല്ലേണ്ട എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇവിടെ ഒന്നും ഈ കടകളൊന്നും നേരത്തെ ഇല്ലായിരുന്നു, ഇതൊക്കെ കുട്ടിയതായിട്ട് വന്ന കടകളാണ്. ഒത്തിരി കടകളുണ്ട് ഇവിടെ. ഇവിടെയൊക്കെയാണ് വേറെ കാട് പിടിച്ച് വഴിയില്ല, ഒന്നുമില്ല കിടന്ന. ഇവിടെയൊക്കെ നല്ല പുരോഗമിച്ചു കേട്ടോ. എല്ലാ സ്ഥലത്തും കടകളുണ്ട്. പെയിന്റ് കടയുണ്ട്, മൊബൈൽ കടയുണ്ട്, തുണിക്കടയുണ്ട്, ഒരുപാട് കടകളാണ്. അതെ, അവരിവിടെ കിടപ്പുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ടാത്തു, ഇടത്തോട്ട്. ഇത് കഴിഞ്ഞ ആഴ്ച അടുത്ത സൈറ്റാണ്. ഞാനിപ്പോ അവിടെ പോയി കുറച്ചു നേരം അവിടെ കിടന്ന് ഒരു ലോഡ് മിറ്റിൽ കയറ്റിയിട്ട് തിരിച്ച് വീണ്ടും വേറെ സൈറ്റിലേക്ക് പോയി. ഇതിലെ ഒരു കനാലിന്റെ മുകളിൽ പണിതില്ല, കനാലുമുണ്ടല്ലേ, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവിടെ മിറ്റാണ്ട് കയറ്റാനായിരിക്കണം. നമ്മളന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ സൈറ്റാണ്. അതിവിടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കനാലുമണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഓടടാ ഓട്ടം തന്നെ. ചുങ്കമ്പള്ളിയുടെ വണ്ടികളാണോ പോകുന്നത്? ഈ മിറ്റിൽ കയറ്റിക്കൊണ്ടിരിക്കുക. GFC പിക്കപ്പിനെ കയറ്റുന്നു. 2 ലോഡ് 4 ലോഡ് കയറ്റി. ഒരു ഇത്ര സാധനയുടെ കയറ്റാണ്. പോയിട്ട് വന്നില്ല. ഇനി വന്നിട്ട് വേണം. അതുകൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഇവിടെ തീരും കേട്ടോ. ചെറിയ ബക്കറ്റ് അവിടെ കിടപ്പുണ്ട്. പിക്കപ്പിനായിട്ട് 2-3 ബക്കറ്റ് ഇടുമ്പോഴത്തേക്ക് പിക്കപ്പ് നിറയും. ഇനി പടപടയിൽ പോയിട്ട് വരുന്നുണ്ട്. 10-15 മിനിറ്റ് എടുക്കുന്നുള്ളൂ. എന്നാലും വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. വണ്ടിക്കകത്ത് കയറി ഇരുന്നാൽ എച്ചെടുക്കുന്നതും എട്ടെടുക്കുന്നതൊക്കെ കാണാം. എത്ര പേര് ജയിക്കുന്നു തോക്കുന്നതൊക്കെ നോക്കാവേ. ഇപ്പോൾ ഒരു 6-7 പിള്ളേർ ഇപ്പം വന്ന് ടെസ്റ്റ് എടുത്ത് ഒറ്റ ഒരെണ്ണം പോലും പാസ്സായില്ല കേട്ടോ, എച്ചെടുക്കാൻ വേണ്ടി. അതിൽ ഒരു കൊച്ചു മാത്രം പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ 5-6 പേര് നേരെ വന്ന് കമ്പി തട്ടുമായിരുന്നു. എന്ത് ചെയ്യാനെന്ന് പറ. ഇങ്ങനെയുള്ളൊരു റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് നേരത്തെ തൊട്ട് അറിയാവുന്നതാണല്ലോ. എങ്ങനെയും പാസ്സാവുക, റോഡിലോട്ട് വണ്ടിയായിട്ട് ഇറങ്ങുക, വഴിയെ പോകുന്ന യാത്രക്കാർക്ക് ശല്യം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവസ്ഥ. ഇവിടുത്തെ പണി ഇന്ന് നിർത്തിയേ. ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. ഒരുപാട് മഴ പെയ്തുകൊണ്ടിരിക്കുക. നാളെ രാവിലെ വന്ന് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തി. നല്ല അടിപൊളി മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടിയായിട്ട് ടൗണിലോട്ട് പോവാ. ടൗണിൽ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി ഇട്ടിട്ട് നാളെ രാവിലെ വന്ന് എടുക്കാമെന്ന് ഓർത്താ. എല്ലാ മഴയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. റോഡിലെല്ലാം വെള്ളം. ഇത്ര നേരം നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലും. ഒരു 15-20 മിനിറ്റ് കൊണ്ട് കാലാവസ്ഥ മാറി. ഒടുക്കത്തെ മഴയായി. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. ആ വഴിയിലെ സൈഡിലെങ്ങാനുണ്ട് വണ്ടി ഒതുക്കി എടുത്തിട്ട് നാളെ വേറെ ഒരു പണി ഉണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല. അതിൽ പോയി നോക്കാം. മഴ മാറിയെന്നോർത്ത് സന്തോഷിച്ചിരിക്കുമായിരുന്നു. ആ സന്തോഷം അങ്ങ് പോയി. ഇങ്ങനെ മഴയാണെങ്കിൽ ഇനി പണി വീണ്ടും കുറയും. JCBക്കാർ വീണ്ടും പട്ടിണിയിൽ നിന്ന് എഴുതി കാണിക്കേണ്ടി വരും. എന്ത് ചെയ്യാനല്ലേ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.